പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവേ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റു വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞാൻ നിങ്ങൾ യേശുനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകൾ ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ ഈ ദിവസങ്ങളെല്ലാം അതല്ലേ പറയണത്, ഈ ദിവസങ്ങളെല്ലാം ഒരേ കാര്യം തന്നെ പറയണത്.
അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഞാൻ പറയണത്, ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണം. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ സുഖവും സന്തോഷവും അവൻ ഫസ്റ്റ് റെഫറൻസ് കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കാതെ അവൻ്റെ നിലപാടുകൾക്ക് അവൻ്റെ അഭിരുചിയും നിരീക്ഷണവും ഒക്കെ നോക്കിയിട്ട് അവൻ്റെ വഴിക്ക് പോയല്ല. അപ്പം അവൻ്റെ വഴിക്ക് പോയി എന്നുള്ളതാണ് അവസാനം നമ്മുടെ മനുഷ്യൻ്റെ തെറ്റെന്ന് പറയുന്നത്. എന്താണ് ആദ്യ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ വഴിക്ക് പോയി. പഴം തിന്നാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ ഫിഗറേറ്റീവായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പം അതായത് ദൈവത്തിൻ്റെ വചനം അവർ കേട്ടില്ല, അതിന് പകരം മനുഷ്യൻ്റെ വചനം അനുസരിച്ച് അവർ പോയി. അപ്പം അത് അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയും, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിക്ക് പോകുന്ന കാലം വരും. അതന്നെ ആദ്യ പാപം തന്നെയാണ്, താന്താങ്ങളുടെ വഴിക്ക്. അത് ആദ്യ പാപം റിപ്പീറ്റ് ചെയ്യണം, താന്താങ്ങളുടെ വഴിക്ക് പോകും. അപ്പം അത് എപ്പോഴും പോകത്തില്ല. എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ വഴികളിൽ പോണത്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല അത് വന്നു കഴിഞ്ഞു. അതായത് ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോകും. അതെന്തുകൊണ്ട് അങ്ങനെ പോണത്? ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു സമയം വരും. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു കാലം എല്ലാവരുടെ ജീവിതത്തിലും വരും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രയോജനമുള്ള കാലങ്ങളിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം ആ പ്രയോജനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് ദൈവം എപ്പോഴും എന്ത് ചെയ്യും? ടെസ്റ്റ് വെക്കും. പ്രയോജനം ഇല്ലാത്തൊരു കാലം ഉണ്ടാകും. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത കുറേ കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. പ്രാർത്ഥന ഒന്നും കേൾക്കത്തില്ല, വേദന തന്നെയായിരിക്കും, നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പം അത് പ്രയോജനമില്ലാത്ത, ദൈവത്തെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തൊരു കാലമാണ്. അപ്പം നിങ്ങളൊരിക്കലും ശരിയാകും. അപ്പം അമ്മ പറയും, മകനെ പ്രാർത്ഥിക്കുമ്പോനെ ശരിയാകുമ്പോനെ ഈശോ വരും, കൃപാസനം മാതാവ് വരും. ഒരു മാതാവും വരത്തില്ല. ഞാൻ പറയത്തില്ല ഒരു മാതാവ് വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾക്കൊരു ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യും. ഈ പ്രയോജനമില്ലാത്ത കാലത്ത് നമ്മൾ എടുക്കുന്ന നിലപാടിലാണ് പ്രയോജനം ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെടുത്ത മാർക്ക് വേലാകണത്. പീഡിയ പ്രയോജനം ഉള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് കിട്ടിക്കുന്ന ഒരു മാർക്കുണ്ടല്ലോ, അത് സർട്ടിഫിക്കറ്റ് കാരണമല്ല. മാർക്കുണ്ടായ പരീക്ഷ പേപ്പർ ഉണ്ടായിട്ട് കാര്യമില്ലേ. പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ 50, 40 എഴുതി വെക്കും. പക്ഷെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ 4 ഒരു പൂജിയിടാൻ മറന്നു പോകും. മനസ്സിലായില്ല? അങ്ങനെ സംഭവിക്കുന്നവർക്ക്. അതുപോലെ തന്നെ നമ്മുടെ പ്രയോജനമുള്ള കാലത്ത് നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, അത് വാലിഡ് ആകണതും നമ്മുടെ ആത്മീയ സർട്ടിഫിക്കറ്റ് കയറണതും എപ്പോഴാണ്? പ്രയോജനം ഇല്ലാത്ത കാലത്ത്, ദൈവത്തെ കൊണ്ടൊരു പ്രയോജനം ഇല്ലാത്ത കാലത്ത് നമ്മളെടുത്ത നിലപാട് അനുസരിച്ചാണ് ഈ ക്യാരി ഓവർ വാലിഡ് ആകണത്. ഭയങ്കര ശ്രദ്ധിച്ച് നിൽക്കണം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ. അല്ല അഭ്യാസമൊന്നും നടക്കത്തില്ല. അമ്മയെ പരിചയം, അപ്പനെ പരിചയം, സാറുമാരെ പരിചയം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ദൈവമായിട്ട് എപ്പോഴും കറക്റ്റായിരിക്കണം. എന്നാൽ പിന്നെ ദൈവം വിട്ടുപിരിയത്തില്ല. അതാണ് രസം. പിന്നെ വിട്ടുപിരിയത്തില്ല. നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം ഇവൻ ഓക്കെ ആണെന്ന് തോന്നിയാൽ പിന്നെ എന്താണ്? പിന്നെ നമ്മളെ വിട്ടുപിരിയത്തില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കളയും. സ്തുതി. എൻ്റെ പേര് സുനിൽ ആൻ്റണി എന്നാണ്. ഞാൻ എറണാകുളത്തുള്ള ആലുവയിൽ കൊങ്ങോർപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാനൊരു നേഴ്സാണ്.
ഞാനിപ്പോൾ OET പരീക്ഷ എഴുതി, എനിക്ക് ഇന്ന് റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ സാക്ഷ്യം പറയാമെന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നാൽ നേരെ ഞാനിങ്ങോട്ട് പോകുന്നു സാക്ഷ്യം പറയാനായിട്ട്. മാതാവിന് നന്ദി പറയാനായിട്ട് നേരെ ഞാൻ വരികയാണ് എറണാകുളത്ത് നിന്ന്. ഞാൻ കുറേ കഷ്ടപ്പാടിലൂടെയാണ് വളർന്ന് വലുതായത്. എൻ്റെ അപ്പച്ചൻ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അപ്പച്ചന് വീതം കിട്ടി ഞങ്ങൾ കൊങ്ങോർപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലമാണ് വാങ്ങിച്ചത്. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അതൊരു ഇഷ്ടികക്കളമായിരുന്നു, വെള്ളക്കെട്ടുള്ള സ്ഥലമായിരുന്നെന്ന്. എനിക്കും എൻ്റെ സഹോദരിക്കും ഇപ്പോഴും മഴക്കാലം എന്ന് പറഞ്ഞാൽ വളരെ പേടിയാണ്. കാരണം മഴ വരുന്ന സമയത്ത് എല്ലാ വർഷവും ഞങ്ങളുടെ വീടിനുള്ളിൽ വെള്ളം കയറുമായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ഷെഡായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. അത് ഈ ടാർ ഷീറ്റ് കൊണ്ട് ഇത് ചെയ്ത ഷെഡായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് വെള്ളം ചോർന്ന് വീഴും. രാത്രിയൊക്കെ നമുക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വീടിന് സഹായമാവാം, പണിക്ക് പോകാമെന്ന് വിചാരിച്ചു. വർക്ക്ഷോപ്പിൽ പോകാനായിട്ടായിരുന്നു ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ വർക്ക്ഷോപ്പിലൊന്നും പോകണ്ട, നീ പഠിക്കുക തന്നെ ചെയ്യും, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ വളരെ കഷ്ടപ്പെട്ടും കടമെടുത്തൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. ദൈവം എനിക്ക് തന്ന അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാലും എനിക്ക് പാസ്സാവാനുള്ള മാർക്ക് ദൈവം തരും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് പഠിക്കാൻ പോയാലും ദൈവം എനിക്ക് കറക്റ്റായിട്ട് പാസ്സാവാനുള്ള മാർക്ക് എനിക്ക് തരുമായിരുന്നു. പിന്നെ ഞാൻ നേഴ്സിങ്ങിന് പോയത്, എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പറ്റിയത്. പിന്നെ ഞാൻ ഒരു മെയിൽ നേഴ്സ് ആയതുകൊണ്ടും GNM പഠിച്ചതുകൊണ്ടും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു. 9 വർഷം ഞാൻ കയറി ഇറങ്ങാത്ത ഏജൻസികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഒരു ഏജൻസി എന്നെ പറ്റിച്ചു. ഞാൻ വീടിൻ്റെ ആധാരം വെച്ച് ലോൺ എടുത്തിട്ടാണ് ആ ഏജൻസിക്ക് വിസയ്ക്ക് വേണ്ടി പൈസ കൊടുത്തത്. പിന്നീടാണ് അറിഞ്ഞത് അതൊരു സ്കാമായിരുന്നു എന്ന്. പിന്നെയുള്ള രാത്രികളിൽ എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. കാരണം ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം വെച്ച് ഞാൻ ലോൺ എടുത്തു. ഞാൻ കാരണം എൻ്റെ വീടിൻ്റെ കിടപ്പാടം പോകുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ആ സമയത്ത്. 9 വർഷം ഓരോ ജോലിക്കും വേണ്ടി ഓരോ സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് നടന്നു, ഒന്നും കിട്ടിയില്ല. അവസാനം എനിക്ക് ഒരു ജോലി ഗൾഫിൽ റെഡിയായി. അത് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് വിസയും വന്നു, ടിക്കറ്റും വന്നു. ശനിയാഴ്ചയാണ് എനിക്ക് കയറേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തിങ്കളാഴ്ച ഫ്ലഡ് വന്നു. എൻ്റെ വീട് മൊത്തം മുങ്ങിപ്പോയി. പിന്നെ ഞാൻ ബുധനാഴ്ചയാണ് വീട് ക്ലീൻ ചെയ്യാനായിട്ട് വരുന്നത്. അന്നേരം എൻ്റെ വീട് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. കരഞ്ഞു പോയി ഞാൻ ശരിക്കും. പിന്നെ വന്ന് അലമാരി തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫയലിൻ്റെ അകത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് മൊത്തം നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. 9 വർഷം കഷ്ടപ്പെട്ട് അവസാനം ഒരു ജോലി കിട്ടിയപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നനഞ്ഞിരിക്കുന്നു. ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആരും കാണാണ്ട് ഒറ്റയ്ക്ക് ഞാൻ ആ വീടിൻ്റെ റൂമിലിരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ആ സർട്ടിഫിക്കറ്റ് എല്ലാം വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ച്. അതെനിക്കറിയായിരുന്നു നനഞ്ഞിരിക്കുന്നതുകൊണ്ട് കീറിപ്പോവും, ഇപ്പം തന്നെ തുറന്നെടുത്താൽ കീറിപ്പോകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ എന്നിട്ട് കുറച്ച് നേരം അത് ഉണക്കി ഒന്ന് ചെറിയൊരു ഉണക്കായപ്പോൾ ഓരോന്നോരോന്നെടുത്ത് മാറ്റി വെച്ച് ഉണക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ആ വെയിലത്ത് തന്നെ ഞാനും ഇരുന്നു അത് ഉണങ്ങുന്നതും കാത്ത്. എൻ്റെ എന്തോ ഭാഗ്യത്തിന് ആ സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്ന സീലൊന്നും കലർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ പാസ്പോർട്ടിലുള്ള ഫോട്ടോ കലർന്നു പോയി. എനിക്ക് ശനിയാഴ്ച കയറണം. ബുധനാഴ്ചയാണ് ഞാനിത് കാണുന്നത്. ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ അന്നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രി അന്നൊരു പ്രസ്താവന ഇറക്കി, ഫ്ലഡിൽ നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടുമെന്ന്. എനിക്ക് ചെറിയ പ്രതീക്ഷകളായി. ഞാൻ നേരെ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. അപ്പോൾ അവിടെ കണ്ട മാം എന്നോട് പറഞ്ഞു, ഫ്ലഡിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ നീ വെയിറ്റ് ഒന്നും ചെയ്യണ്ട. നല്ല തിരക്കായിരുന്നു അവിടെ. എന്നെ നേരിട്ട് എൻ്റെ അടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. കയറി അവിടെ ഉള്ള പരിപാടികൾ ഒരു 3 സ്ഥലത്ത് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ തന്നെ മാം എറണാകുളം റീജിയണൽ ഓഫീസിലോട്ട് വിളിച്ചു പറഞ്ഞു, ഇതേപോലെ ഒരു പയ്യൻ വരുന്നുണ്ട്, അവന് ശനിയാഴ്ച കയറി പോകണം, അപ്പോൾ അവൻ്റെ പാസ്പോർട്ട് റെഡിയാക്കി കൊടുക്കാം. ഞാൻ അവിടെ നിന്ന് ആ മാമിന് നന്ദിയും പറഞ്ഞ് അരമണിക്കൂർ എടുത്തു എനിക്ക് ആലുവയിൽ നിന്ന് എറണാകുളം റീജിയണൽ ഓഫീസിൽ എത്താനായിട്ട്. ആലുവ റീജിയണൽ ഓഫീസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പുതിയ പാസ്പോർട്ട് എൻ്റെ കൈ കിട്ടി. ആ പാസ്പോർട്ടിന് നല്ല ചൂടായിരുന്നു. പ്രിൻറ്റ് ചെയ്തതിൻ്റെ ആ ചൂട് എൻ്റെ കയ്യിൽ അനുഭവപ്പെട്ടായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് പാസ്പോർട്ട് കിട്ടി. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതമാണത്. ഞാൻ ഇന്നും ദൈവത്തിന് അതോർത്ത് നന്ദി പറയുന്നു. ശനിയാഴ്ച ഞാൻ കയറിപ്പോയി. 2 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. ആ സമയം കൊണ്ട് വീടൊക്കെ ഒന്ന് ശരിയാക്കി, കടങ്ങളെല്ലാം വീട്ടി, കല്യാണം കഴിച്ചു. എനിക്ക് സേവിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ OET ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഒരു സ്വപ്നം കണ്ടു. കാരണം എൻ്റെ വീട്ടുകാർ വളരെ കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്നു. എനിക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ മാറ്റണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. എപ്പോഴും ഞാൻ ആലോചിക്കും എൻ്റെ അമ്മയൊക്കെ ആയാലും നല്ല രീതിയിലൊന്ന് ജീവിപ്പിക്കണം. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്വപ്നമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ OET എഴുതാനായിട്ട് ആദ്യം പോയി. 1 മാസം ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴേക്കും കൊറോണ വന്നു. അങ്ങനെ കൊറോണ വന്ന് ഫുള്ള് ലോക്ക്ഡൗൺ ആയി. പഠിക്കാൻ പോകാൻ പറ്റാണ്ട അവസ്ഥയായി. പിന്നെ ഞാൻ അല്ലറ ചില കൊറോണ ഡ്യൂട്ടിക്കൊക്കെ പോയി, കൂട്ടുകാരൻ്റെ ഒപ്പം ജോലിക്കൊക്കെ പോയി. അങ്ങനെ ലാസ്റ്റ് ഒക്ടോബറിലാണ് രണ്ടാമതും പിന്നെയും ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ടാവുന്നത്.
അന്നേരം ഞാൻ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ ആലുവ ഗ്രേസ് അക്കാദമിയിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ വെച്ച് ഒരു സ്റ്റുഡൻ്റാണ് എന്നോട് പറയുന്നത്, അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കുന്നത് എന്ത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, ഇവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണീര് ഇവിടെ വീണു. അമ്മയോട് പ്രാർത്ഥിച്ച അതേപോലെ തന്നെ എനിക്ക് അമ്മ ആ 4 മൊഴിയുള്ളൂ എനിക്ക് ബി തന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല. നന്ദി അമ്മേ, നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയാം. ഈ സുനിലിൻ്റെ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ്. നമ്മൾ ജീവിതത്തിൻ്റെ ഒരുപാട് ദുർഘട സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരു മകനാണ്. ചെറുപ്പം മുതലേ പറയുന്നത് കഷ്ടപ്പാടാണെന്നാണ് ഞാൻ വളർന്നു വന്നിരിക്കുന്നത്. ഞാൻ ജനിച്ചു വീണ സ്ഥലം പോലും ഞങ്ങൾക്കൊരു ഇഷ്ടികക്കളമാണ് കിട്ടിയത്. വെള്ളം നിൽക്കുന്നിടമാണ്. അവിടെ ഞങ്ങൾ ഒരുപാട് മഴ വന്നാൽ എനിക്കും എൻ്റെ സഹോദരിക്കും ഭയങ്കര ഭയപ്പാടാണ്, പേടിയാണെന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റിയില്ല. അപ്പം അങ്ങനെ പക്ഷേ ഒരു കാര്യമുണ്ട്, അമ്മ മാതാവ് അനുഗ്രഹിച്ച് ഞാൻ എന്ത് പഠിച്ചാലും എനിക്കതിൻ്റെ കറക്റ്റ് മാർക്ക് നൽകി എന്നെ ദൈവം അനുഗ്രഹിക്കാറുണ്ട്. പക്ഷെ 9 വർഷക്കാലം പഠിച്ചതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും വെള്ളപ്പൊക്കം വന്നപ്പോൾ മൊത്തം നനഞ്ഞു കുതിർന്ന്, അപ്പോൾ അത് ചെറിയൊരു ഉണക്ക് വന്നപ്പോൾ ഓരോന്ന് എടുത്ത് മാറ്റി അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പറയുകയാണ്, ഞാനും ആ വെയിലത്തിരുന്നു. കാരണം എൻ്റെ അമ്മയുടെയും എൻ്റെ അപ്പൻ്റെയും ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴും പാസ്പോർട്ട് പോലും അതിൽ മഷി നനഞ്ഞ് കുതിർന്നു പോയി. പക്ഷേ വിദേശകാര്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചായിരുന്നു, ഫ്ലഡിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പുതിയ കിട്ടും. അത് ഈ മകൻ അതുപോലെ തന്നെ ആഗ്രഹിച്ച് പോയി. വിദേശത്ത് പോകുമ്പോഴും ഈ മകൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ ഭവനമൊന്ന് ശരിയാക്കണം, ഞങ്ങളുടെ കടബാധ്യതയൊക്കെ വീട്ടണം. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലുള്ള ആഗ്രഹങ്ങളുമായിട്ട് ഈ മകൻ വിദേശത്ത് പോയി. അതുപോലെ തിരിച്ചു വന്നിട്ട് OET എഴുതുമ്പോൾ ഈ മകൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ് ശ്രദ്ധിക്കണം. നിങ്ങൾ നിയോഗം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സാക്ഷി ഉറപ്പായിട്ട് ഇത് യൂട്യൂബിൽ വരും. കാരണം നിയോഗം ഇതാണ്, എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ സഹോദരിക്കും കിടന്നുറങ്ങാനൊരു കിടപ്പാടം വേണം, അവരുടെ കണ്ണീര് മാറണം, കടബാധ്യത മാറണം. ഒരിക്കലും സുനിൽ ഒരു കാരണം വെച്ചാൽ സുനിലിന് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇവിടെ വന്നിട്ട് പറയുകയാണ്, ഞാനിവിടെ വന്നു അമ്മ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ കണ്ണീര് ഇവിടെ വീണു. പറയുകയാണ്, അമ്മ 4 മൊഡ്യൂളിനും എനിക്ക് ബീതം അനുഗ്രഹിച്ചു, എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. ശരിക്കും ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തോട് പുലർത്തേണ്ട ഒരു പ്രതിപത്തി എന്താണെന്ന് കാണിച്ചു തരുന്ന സാക്ഷ്യങ്ങളാണ്. കർത്താവ് കൂടെയുണ്ട്. പുറപ്പാട് 33:14 ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അത് ഏത് ദുർഘട സാഹചര്യമാണെങ്കിലും ഈ മകനോട് അമ്മ മാതാവ് പറയുന്നതാണ്, ഞാൻ നിൻ്റെ കൂടെ വരും. ഇനി നീ വിദേശത്ത് പോയാൽ അവിടെയും വരും, നിന്നെ അനുഗ്രഹിച്ചിരിക്കും. കാരണം നിൻ്റെ ഹിതം എന്താണ്? നിൻ്റെ കുടുംബത്തെ രക്ഷിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായി തീരുക. അതാണ് ഈ മകൻ്റെ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഓർക്കുക, നമ്മളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. അമ്മ മാതാവ് നേടിക്കൊടുത്ത വലിയൊരു സാക്ഷ്യം. അമ്മ മാതാവിലൂടെ മകൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി നടത്തപ്പെടട്ടെ, കുടുംബത്തിൻ്റെ എല്ലാ പരാധീനതകളും മാറട്ടെ. ദൈവമാതാവ് ഈ മകനെ അനുഗ്രഹിച്ചതിനും കുടുംബത്തിന് കൂടെ നിന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ. എൻ്റെ പേര് ജഫിൻ, ഇതെൻ്റെ വൈഫ് ബെനീറ്റ, അമ്മ എടവക ആനിക്കാട് കാഞ്ഞിരപ്പള്ളി രൂപത. 2019 സെപ്റ്റംബർ 19 ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനത്തിൽ വരുന്നത്. തികച്ചും സ്വാർത്ഥമായ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു ദേവാലയം എത്രമാത്രം എനിക്ക് അറിയുള്ളായിരുന്നു. മറ്റ് ഉടമ്പടിയുടെ മറ്റ് കാര്യങ്ങളോ കാരുണ്യ പ്രവർത്തികളോ മറ്റൊരു കാര്യങ്ങളെക്കുറിച്ചും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അമ്മയുടെ നിർബന്ധപ്രകാരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എന്നെ മാതാവിനെ, ഈ അൾത്താരിലുള്ള മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ടിട്ട് എനിക്കത് മനസ്സിലാക്കാനുള്ളൊരു കൃപ എനിക്കില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ദൈവഭയം ഉണ്ടായിരുന്നു, പക്ഷേ ദൈവവിശ്വാസവും ദൈവസ്നേഹവും രണ്ടും 0 ആ ലെവലായിരുന്നു എൻ്റെ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഒരു സ്വപ്നം എന്ന രീതിയിൽ ഞാൻ എന്നെ തള്ളിവിട്ടു. ഞാൻ അതിൽ 6ാമത്തെ നിയോഗമായിട്ട് ഇവിടെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമാണ്, സന്തോഷവും സമാധാനവും ഉള്ളൊരു ജോലി എനിക്ക് വേണം. ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്നത് കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അങ്ങനെയാണ് വെച്ചത്, എനിക്ക് സന്തോഷവും സമാധാനവും ഉള്ളൊരു ജോലി വേണം. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ UK പോയി സപ്ലൈ ചെയിൻ കോഴ്സ് ചെയ്തു. സപ്ലൈ ചെയിൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി 90 ദിവസം മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം ഉഴപ്പി കളഞ്ഞിരുന്നു. വേറൊന്നും എനിക്ക് ചെയ്യില്ല. ഉടമ്പടി പത്രം കൊടുക്കാനൊക്കെ ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു, നാണക്കേടായിരുന്നു. എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ആണെങ്കിലും ഞാനത് ചെയ്തു. 90 ദിവസം ഉടമ്പടി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നോക്കി. ബാക്കി അത് കഴിഞ്ഞ് ഉഴപ്പിപ്പോയി. UK ചെന്ന് ജോലിയായി. ആ ജോലി ചെയ്ത സമയത്ത് 1 വർഷത്തെ കോഴ്സിനാണ് ഞാൻ പോയത്. അന്നേരം പള്ളി പോക്കില്ല, കുമ്പസാരമില്ല, ഒരു കാര്യമില്ല. ഒരു 1.5 വർഷക്കാലം ദേവാലയമായിട്ടോ ദൈവമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ ഞാൻ ജീവിച്ചു. ഈ 1.5 വർഷം കഴിഞ്ഞ് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ പല ജോലിക്കും അപ്ലൈ ചെയ്തിരുന്നു. പല ജോലിക്കും അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക, ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം.
ഞാൻ പല ഇൻ്റർവ്യൂസിനും അപ്ലൈ ചെയ്തു. ഇതെല്ലാം എല്ലായിടത്തും റിജക്ഷനാണ്, എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരുപാട് സങ്കടമായി. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ദൈവം ഓർത്തു. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഇൻ്റർവ്യൂ പാസ്സാവുകയും ടെമ്പററി ആയിട്ട് ഒരു ജോലി എനിക്ക് കിട്ടുകയും ചെയ്തു. ടെമ്പററി ജോബായിരുന്നു, പെർമനൻ്റ് അല്ലായിരുന്നു. താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയാണ് എനിക്ക് ലഭിച്ചത്. ആ ജോലി എന്നെ വിളിച്ചത് ഡേറ്റ എൻട്രിക്ക് വേണ്ടിയാണ് വിളിച്ചത്. ഞാൻ പിന്നെ ഉള്ള ജോബാകട്ടെ എന്ന് പറഞ്ഞ് ഡേറ്റ എൻട്രിക്ക് ഞാൻ പോയി. ഞാൻ ആ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ദിവസം തന്നെ അവിടെ ചെന്നു. എൻ്റെ കൂടെ തന്നെ ഒരു ഇംഗ്ലീഷുകാരനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെയും എന്നെയും കൂടെ വന്ന് ഒരു മാനേജർ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും സ്വിച്ച് ചെയ്തു, പൊസിഷൻ സ്വിച്ച് ചെയ്തു. ഡേറ്റ എൻട്രിക്ക് ആ ഇംഗ്ലീഷുകാരനെയും എന്നെ വേറെ ജോബിലേക്ക് മാറ്റി. ഞാൻ എൻ്റെ ട്രെയിനിങ് ടൈമിൽ ഞാൻ എന്നെ ട്രെയിൻ ചെയ്യുന്ന ആളോട് ചോദിച്ചു എൻ്റെ ഡെസിഗ്നേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എന്നോട് പറഞ്ഞു, നിൻ്റെ ജോബ് എന്ന് പറഞ്ഞത്, എൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞത് സപ്ലൈ ചെയിൻ അനലിസ്റ്റാണ്. ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പല തവണ അപ്ലൈ ചെയ്തിട്ടും റിജക്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു എൻ്റെ ജോബ് എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഉടമ്പടിയായിട്ടോ ദൈവമായിട്ടോ യാതൊരു ബന്ധമില്ലാതെ നിൽക്കുന്ന സമയത്ത് ആ ജോബ് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ആരോ ഉടമ്പടി എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി കിട്ടിയില്ല, ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഈ ഉടമ്പടിയൊന്നും തുടർന്നും നോക്കിയില്ല. ഉടമ്പടി വീണ്ടും ഉഴപ്പിപ്പോയിക്കൊണ്ടിരുന്ന സമയത്ത് ടെമ്പററി ജോബായി എനിക്ക് അത് പെർമനൻ്റ് ആകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ഒത്തിരി ട്രൈ ചെയ്തു. എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഉടമ്പടി ഉപ്പ് ഞാൻ ഒരു നുള്ളെടുത്തിട്ട് പോകുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് ഈ ജോലി പെർമനൻ്റ് ആക്കി തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ഉടമ്പടിയും മൊത്തത്തിൽ ഉഴപ്പിയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു പറഞ്ഞാൽ അവിടെ തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ തന്നെ പെർമനൻ്റായി ഈ സെയിം സപ്ലൈ ചെയിൻ പൊസിഷനിലേക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്ന സമയത്ത് ഞാൻ ഈ ഇൻ്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്യുകയും ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്തു. സക്സസ്ഫുൾ ആയിരുന്നു ഇൻ്റർവ്യൂ. പക്ഷേ എൻ്റെ വിസയുടെ സ്റ്റേറ്റസ് കാരണം അവർ എന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റിവെച്ചു. എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ഒരാളെ പകരം എടുക്കുകയും ചെയ്തു. ഞാൻ ഈ സമയത്തിനിടെ ഈ ടൈം ഞാൻ കൂടുതൽ സമയങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിരുന്നു. ഞാൻ ആദ്യം ജോലി കിട്ടിയ സമയത്ത് ഒരുപാട് ഞങ്ങൾക്ക് ജോലി സമയത്ത് പാട്ട് കേൾക്കാനൊന്നും കുഴപ്പമില്ല. കൂടുതൽ സമയത്ത് പാട്ട് കേട്ടു. ഒരു 2 മാസത്തോളം കാലം ഞാൻ ഫുള്ള് പാട്ട് കേട്ടു. അത് കഴിഞ്ഞ് പാട്ട് കേട്ടും അടുത്തപ്പം കുറേ കുക്കറി ഷോസ് കണ്ടു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു സാക്ഷ്യം കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ സാക്ഷ്യം കയറി നോക്കി കഴിഞ്ഞപ്പം ഒരാളുടെ സാക്ഷ്യം, അപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എന്നിങ്ങനെ പറഞ്ഞു കേട്ടു. ഞാനിത് എന്താണെന്നറിയാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ പോയി. അന്നേരമാണ് ഈ മാതാവിനെ ഞാൻ കാണുന്നത്. ഈ മാതാവിനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്ക്ഡായിപ്പോയി. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് സ്വപ്നം കണ്ട മാതാവിനെയാണ് ഞാൻ കൃപാസനത്തിൻ്റെ സൈറ്റ് കണ്ടത്. അപ്പോൾ എനിക്കിത് മനസ്സിലായി, ഇത് സത്യസന്ധതയുടെ ഒരു കാര്യമാണ്. നമ്മൾ ഉടമ്പടി എടുത്താൽ നീതി പുലർത്തണം, സത്യസന്ധത പുലർത്തണം എന്നുള്ള കാര്യം അന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ടു. പല സാക്ഷ്യങ്ങളും പലതവണ ആവർത്തിച്ച് കേട്ടു. ഓരോ കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കി. എൻ്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഞാനത് മനസ്സിലാക്കി, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഞാൻ ആദ്യം ഇതെല്ലാം ഒരു 10-15 ദിവസം സാക്ഷ്യങ്ങൾ കേട്ടു. ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങളുടെ വിവരണവും വിശകലനവും എല്ലാം കേട്ടു. അങ്ങനെ കേട്ട് കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്തത് ഒരു പേപ്പർ എടുത്തിട്ട്, ഞാൻ കുമ്പസാരിച്ചിട്ടൊക്കെ 2 വർഷം മണ്ടയിലായിരുന്നു. കുമ്പസാരിച്ചു. ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങളും എണ്ണി പെറുക്കി ഓർമ്മയിലുള്ള സമയത്ത് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് ഞാൻ കുമ്പസാരിക്കാനായിട്ട് ഒരുങ്ങി. ഞാനും ആദ്യം പള്ളിയിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷ് മാസമായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം. അച്ഛൻ പറഞ്ഞു കുമ്പസാരിപ്പിക്കാൻ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇംഗ്ലീഷ് കുമ്പസാരിച്ച് പരിചയമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സാരമില്ല, നീ നിൻ്റെ പാപങ്ങളൊക്കെ ഏറ്റു പറ. അപ്പം അച്ഛനും ഞാനും പുറത്ത് നിൽക്കുന്ന സമയമാണ്, പള്ളിയുടെ വെളിയിൽ. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ അവിടെ മുട്ട് കുത്തിക്കോ, ഞാൻ നിൻ്റെ കുമ്പസാരം കേട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കുമ്പസാരിപ്പിച്ചു. പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എന്നെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളം കുർബാന ചെല്ലുന്ന അച്ഛൻ കയറി വന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ കുമ്പസാരിച്ചതാണ്, എനിക്ക് ഒന്നുകൂടെ കുമ്പസാരിക്കണം. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരിക്കൽ കുമ്പസാരിച്ചാൽ മതി, ആത്മാർത്ഥതയോടെ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിൻ്റെ കുമ്പസാരം കേൾക്കും. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്ക് ഒന്നുകൂടെ കേൾക്കണം, കുമ്പസാരിക്കണം, ഭയങ്കരമായിട്ടും ആഗ്രഹം. അങ്ങനെ ഞാൻ കുമ്പസാരിച്ചു. അത് കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജോലിയുടെ കാര്യം ബാക്കി. എൻ്റെ വിസയുടെ സ്റ്റേറ്റസ് കാരണം എന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഞാനൊരു പുറത്തുള്ള ആളായതുകൊണ്ട് ഇംഗ്ലീഷുകാരന് പ്രയോറിറ്റി കൊടുത്തിട്ട് എനിക്ക് ആ ജോലി ഇൻ്റർവ്യൂ പാസ്സായിട്ടും എന്നെ അവർ എടുത്തില്ല, കാരണം എൻ്റെ വിസയുടെ സ്റ്റേറ്റസ്. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഈ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊരു പരീക്ഷണമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ പരീക്ഷണം, എൻ്റെ ജോലി ഈ പരീക്ഷണമാണെന്ന്, എന്നെ മാറ്റി നിർത്തിയേക്കുന്ന ഈ സമയം എൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ടൈമാണ്. അത് ഞാൻ തരണം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ജപമാല, ഒരു സാക്ഷ്യത്തിൽ ഒരാൾ പറയണം, ജപമാല ഞാൻ ചെല്ലാറുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞാനും
അന്നേരത്തെ ഒരു സങ്കടം മാറ്റാനോ അല്ലെങ്കിൽ എന്തോ ഒരു വെറുതെ ഒരു ജപമാല ചൊല്ലി നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജപമാലയൊന്നും ചൊല്ലിയിട്ടില്ല. ചെറുപ്പം മുതലേ ജപമാല ചെല്ലുന്ന സമയത്തിൽ അപ്പനും അമ്മയും അനിയത്തി മാത്രമേ വീട്ടിൽ കാണാറുള്ളൂ. ഞാനോ എൻ്റെ ചേട്ടനോ ഒന്നും ജപമാല കൂടാറില്ല. ഒരിക്കലും ഒരു സന്തോഷത്തോടെ ജപമാല ചൊല്ലിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും വൈകിട്ട് നോൺ വെജ് ഭക്ഷണമുള്ള സമയത്തൊക്കെയാണ് ഞാനൊരു ജപമാല കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊരു സന്തോഷത്തിൽ മാത്രമൊക്കെ ജപമാല കൂടിയിട്ടുള്ളൂ. ഒരിക്കലും ഞാനൊരു ജപമാലയൊന്നും ചെല്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ജപമാല ചൊല്ലി തുടങ്ങി. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്ത് ചെയ്യണം, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ജോലി കിട്ടണം. അപ്പം ആരും എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ജപമാല ചൊല്ലി. ഞാൻ ജപമാല ചൊല്ലിപ്പം ഒത്തിരി സന്തോഷം. ഞാൻ ഒരു ദിവസം ഒരു ജപമാല ചെല്ലാം, ഒരു നേരം ഒരു ജപമാല ചെല്ലാം എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പോയത്. പിറ്റേ ദിവസം അതേ സമയം ഇപ്പം വീണ്ടും എന്നോട് മനസ്സിൽ പറഞ്ഞു, ജപമാല ചെല്ല്. അങ്ങനെ ദിവസം 2 ജപമാലയായി. എല്ലാ ശനിയാഴ്ചയും സമ്പൂർണ്ണ ജപമാല ഫുള്ള് ചെല്ലും. ഈ ജപമാലയ്ക്കകത്ത് എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്, ആദ്യത്തെ ജപമാല ഞാൻ കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ജപമാലയുടെ ആദ്യത്തെ നിയോഗം ഞാൻ ചെല്ലുന്നത്. രണ്ടാമത്തെ നിയോഗം ഞാൻ ചെല്ലുന്നത് കൃപാസനത്തിൽ അക്രൈസ്തരായിട്ടുള്ള എല്ലാവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ. കൃപാസനത്തിൽ ആരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടോ അക്രൈസ്തരായി, അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി എല്ലാ അക്രൈസ്തവർക്കും, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത എല്ലാ അക്രൈസ്തവർക്കും വേണ്ടി രണ്ടാമത്തെ രഹസ്യം. മൂന്നാമത്തെ രഹസ്യം ഞാൻ ചെല്ലുന്നത് കൃപാസനത്തിൽ വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, അവരുടെ തടസ്സങ്ങൾ മാറ്റി കൃപാസനത്തിൽ വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ മൂന്നാമത്തെ രഹസ്യം ചെല്ലുന്നത്. നാലാമത്തെ എൻ്റെ 2 സുഹൃത്തുക്കൾക്കും. അഞ്ചാമത്തെ രഹസ്യം ചെല്ലാൻ എൻ്റേതായ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ രാജീവ് ശിവാനന്ദൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നത്. ആ സാക്ഷ്യത്തിൽ എല്ലാവരും ഒത്തിരി പേര് കണ്ട സാക്ഷ്യമാണ്. ഞാൻ ആ സാക്ഷ്യം ഒരു തവണയെ കണ്ടുള്ളൂ. ഒരു തവണ കണ്ടതിൽ ഒരു കാര്യം, ആ സാക്ഷ്യത്തിൽ ആ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചു, നോട്ട് ചെയ്ത്. ഒത്തിരി വളരെ നല്ല സാക്ഷ്യമാണ്. അച്ഛൻ ഇവിടെ പലപ്പോഴായിട്ടും ധ്യാനത്തിലൊക്കെ എടുത്ത് പറഞ്ഞൊരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിൽ ഒരു കാര്യം മാത്രം എന്നെ സ്ട്രൈക്ക് ചെയ്തു. ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രൂശിതനായ കർത്താവിനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ സങ്കടം തോന്നുന്നു പറഞ്ഞൊരു കാര്യം ആ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പം ആ കാര്യം എൻ്റെ മനസ്സിൽ വന്നു. ആരോ എന്നോട് ചോദിച്ചു, ക്രൂശിതനായ കർത്താവിനെ കാണുമ്പോൾ നിൻ്റെ മനസ്സിൽ സങ്കടമുണ്ടോ? ഞാൻ ജനിച്ചപ്പോൾ മുതലൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്തുവിനെ നേരത്തെ അറിയേണ്ട ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ക്രൂശിതനായ കർത്താവിൻ്റെ മുഖമോ ആ ക്രൂശിത രൂപമോ കാണുമ്പോൾ സങ്കടമില്ല. ഞാൻ ആദ്യം പിന്നെ 5ാമത്തെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്രൂശിതനായ കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നണം. കർത്താവിനോട്, എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നണം, അല്ലെങ്കിൽ കർത്താവിനെ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവിനോട് ഒരു സ്നേഹം തോന്നണം. അങ്ങനെ ദൈവസ്നേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവഭയം ആദ്യമേ ദൈവത്തെ ഭയമായിരുന്നു, പക്ഷേ ദൈവസ്നേഹവും ദൈവവിശ്വാസവും ഇല്ലായിരുന്നു. ഈ 2 കാര്യങ്ങളും എനിക്ക് കിട്ടിയത് അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളിലൂടെ. അച്ഛൻ്റെ ധ്യാനം ആദ്യമൊക്കെ ഞാൻ കേട്ടിരുന്നത് ഉടമ്പടി എടുത്ത സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ അച്ഛൻ്റെ ധ്യാനം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഇത് യൂട്യൂബ് തുറക്കുമ്പോഴേ നോക്കുന്നത് വളരെ ബുദ്ധിമുട്ട്. ഇത് 2.5 മണിക്കൂർ ഇരിക്കണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇരുന്ന് ധ്യാനം കൂടുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ അച്ഛനെ ധ്യാനം കൂടുന്നു. പല ഭാഗങ്ങളും ഞാൻ പല തവണ റിപ്പീറ്റ് അടിച്ച് കാണും. 2 മണിക്കൂറുള്ളൊരു ധ്യാനം ഞാൻ കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ 3 മണിക്കൂർ 3.25 മണിക്കൂർ വരെ പോകാറുണ്ട്. ചില ഭാഗങ്ങൾ റിപ്പീറ്റ് അടിച്ച് വീണ്ടും കേൾക്കും. വളരെ സന്തോഷത്തോടെ തന്നെ കേൾക്കും. അങ്ങനെയാണ് അച്ഛൻ ദൈവസ്നേഹത്തിൻ്റെ കാര്യവും ദൈവവിശ്വാസത്തിൻ്റെ കാര്യവും പറയുന്നത്. പിന്നെ പലപ്പോഴായിട്ട് വിശ്വാസ പ്രമാണമെല്ലാം ആവർത്തിച്ച് ചെല്ലാൻ തുടങ്ങി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അമ്മ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. അമ്മയ്ക്കും എനിക്ക് ഈ സാക്ഷ്യങ്ങൾ കേട്ടൊരു ബോധ്യം വന്നപ്പോൾ അമ്മയും ഉടമ്പടി എടുത്തിരുന്നെങ്കിലും അതിൽ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല. പ്രാർത്ഥന ചെല്ലും, പള്ളിയിൽ പോകും, കുമ്പസാരിക്കും. കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായി സഹായിച്ച അമ്മയും അമ്മയുടെ ഒരു ഫ്രണ്ടുണ്ട്. അവരൊക്കെ രോഗികളെ പോയി കാണുകയും അങ്ങനെ അമ്മയുടെ ഉടമ്പടിയും ഒന്നുകൂടെ പ്രോഗ്രസ് ആക്കി എടുക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഈ ജോലി മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഒരു പൊസിഷനാണ്, ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു വേക്കൻസി എനിക്ക് വേണ്ടി മാതാവ് 2 വേക്കൻസി ആക്കി തന്നു. ഈ 2 വേക്കൻസി ഇപ്പോൾ ഞാൻ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു. ഒത്തിരി സന്തോഷം. ഉടമ്പടി വെച്ച പോലെ ഒത്തിരി സന്തോഷത്തിലും സമാധാനത്തിലും ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ UK ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ കിട്ടാൻ വേണ്ടി. എക്സാംസ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. പ്രാക്ടിക്കൽ ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒന്നാമത്തെ തവണയും 2ാമത്തെ തവണയും ചെറിയ മൈനർ ഫോൾട്ട് കൊണ്ട് ഇവരെന്നെ തോൽപ്പിച്ചു. ഒന്നാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം കൂട്ടിയിട്ടാണ് പോകുന്നത്. 2ാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴും കൊന്തിയൊക്കെ ചൊല്ലി, പക്ഷേ 2ഉം തോറ്റുപോയി. പക്ഷേ എനിക്കൊരു വിഷമവും സങ്കടവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു പരാതിയും പറഞ്ഞില്ല. ഞാനെടുത്ത ഉടമ്പടിയിലും ഞാൻ കണ്ട മാതാവിലും എനിക്ക് പരിപൂർണ്ണ വിശ്വാസമായിരുന്നു. ഞാൻ ഒരു കാര്യത്തിൽ പോലും, ഒരു ചെറിയ കാര്യത്തിന് പോലും, എനിക്ക് കിട്ടാത്തതായിട്ട് ഒരു കാര്യത്തിൽ പോലും ഒരു പരാതി പോലും ഞാൻ മാതാവിനോടോ ഈശോയോടോ പറഞ്ഞില്ല. 3ാമത്തെ ആയപ്പോഴത്തേക്കും മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇത്തവണ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഞാൻ പോകാൻ നേരത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് 2 ദിവസം മുമ്പായിട്ട് ഞാൻ ഇവിടുന്ന് ജോസഫ് അച്ഛനെ ഈ അൾത്താരെ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, മാതാവ് എനിക്ക് ഇത്തവണ ഡ്രൈവിംഗ്
ടെസ്റ്റ് പാസ്സാക്കി തരും. ഡ്രൈവിംഗ് ടെസ്റ്റ് അന്ന് പോയി. അന്ന് സ്വാഭാവികമായിട്ടും മഴയുള്ളൊരു ദിവസമായിരുന്നു. അവിടെ മഴയുണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റിന് കയറിയപ്പോൾ തന്നെ 2 തവണ അടുപ്പിച്ച് വണ്ടി നിന്ന് പോയി. ഒരിക്കലും സംഭവിക്കുന്നതല്ല, ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ പരീക്ഷയ്ക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് തോറ്റു പോകുന്നത്. അന്ന് ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടുകൊണ്ട് പോയി. ഞാൻ വളരെ വിശ്വാസമായിരുന്നു. പക്ഷേ വണ്ടി എടുത്തപ്പോഴേ 2 തവണ നിന്ന് പോയി. ഞാൻ മനസ്സിൽ തീർപ്പ് കൽപ്പിച്ചു, ഞാൻ പരീക്ഷ തോറ്റു, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് തോറ്റു. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്വരം ഞാൻ കേട്ടു, നിനക്ക് തരാമെന്ന് പറഞ്ഞ് ഞാനല്ലേ, പിന്നെ നീ എന്തിനു ഭയപ്പെടണം. എനിക്ക് ഒരുപാട് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ ഈ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ ഒരാൾ നിന്ന് OETയുടെ സാക്ഷ്യം പറയുന്നതാണ് കേട്ടത്. എനിക്കറിയില്ല OETയുടെ സാക്ഷ്യം. ഒരാൾ നിന്ന് ഈ അൾത്താരയിൽ നിന്ന് OETയുടെ സാക്ഷ്യം, ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനാണ് പോകുന്നത്, പക്ഷേ ഒരാൾ OETയുടെ സാക്ഷ്യം പറയുന്നതാണ് കേട്ടത്. എനിക്കെങ്കിലും പ്രതീക്ഷ കുറവായിരുന്നു. 2 തവണ വണ്ടി നിന്ന് പോയാൽ സ്വാഭാവികമായിട്ടും തോപ്പിക്കേണ്ടതാണ്. എല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ വണ്ടി ഓടിച്ചു. അവരെന്നോട് പറഞ്ഞു, നീ പാസ്സായി, അത് കിട്ടി എന്നോട് പറഞ്ഞു. ഒരുപാട് ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉടമ്പടി കുറച്ചുകൂടി ഊർജിതമാക്കി. ഞാൻ ഓരോ സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. കൃപാസനം പത്രം കൊടുക്കുമ്പോഴും കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ ഗ്രൂപ്പിലാകട്ടെ ഫ്രണ്ട്സാകട്ടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും തമാശയ്ക്ക് കൂട്ടുകാർ പറയും, നീ വലിയ കൃപാസനത്തിൻ്റെ ആളല്ലേ, നീ എങ്കിൽ ഉടമ്പടി എടുപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് എന്നാലും ഞാനൊന്നും മിണ്ടില്ല, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറേ ഉള്ളൂ. ഒരുപാട് പേര് കുറച്ച് പേരൊക്കെ കളിയാക്കിയിട്ടുണ്ട്, കൃപാസനത്തിൻ്റെ ആളല്ലേ, കൃപാസനത്തിൻ്റെ ആൾ. അവരിത് കളിയാക്കി പറയുമെങ്കിലും എനിക്കത് വലിയൊരു എനിക്കതൊരു ഞാൻ കൃപാസനത്തിൻ്റെ ആളാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അതിൽ സന്തോഷമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ കൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെല്ലാം അച്ഛനും നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം, എൻ്റെ അനിയത്തി UK അവൾക്ക് വിസയ്ക്ക് വെക്കേണ്ട ഒരു സമയമായിരുന്നു. വിസയ്ക്ക് മെയ് 11 എന്നുള്ളത് വിസ വെക്കുന്ന സ്കിൽഡ് വർക്കേഴ്സ് കാറ്റഗറിയിൽ മെയ് 11 എന്നുള്ളത് അവരുടെ എല്ലാം ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റസ് എടുത്ത് മാറ്റുന്നൊരു സമയമായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് നോക്കി. അനിയത്തിക്ക് ഒരു കല്യാണവും ഒരു വർക്ക് വിസയും കിട്ടാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു. ഒരു 13 ദിവസം മാത്രമേ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അനിയത്തിയോട് പറഞ്ഞു, നമുക്കൊരു കല്യാണം ഒരു വർക്ക് വിസയും കൂടെ നോക്കാം. അപ്പോൾ അനിയത്തി ചോദിച്ചു, 13 ദിവസം കൊണ്ട് ഒരു കല്യാണവും വർക്ക് വിസയൊക്കെ നടക്കുമോ? ഞാൻ എന്നോടാണ് ചോദിച്ചത്. അപ്പം ഞാനിവിടെ അച്ഛൻ ധ്യാനത്തിൽ പറയും, ഓരോരുത്തർ വന്ന് ഇങ്ങനെ എന്നോട് ചോദിക്കും, ഞാനൊന്നും ചോദിക്കില്ല. അതുപോലെ തന്നെ മാതാവിനെ ഏൽപ്പിക്കും. ഞാനും അതുപോലെ പറഞ്ഞു, മാതാവേ 13 ദിവസമുണ്ട്, അത് ഞാൻ അങ്ങോട്ട് മാതാവിനെ ഏൽപ്പിക്കുകയാണ്, ഒന്നും അറിയത്തില്ല. അങ്ങനെ മാതാവിനോട് പറഞ്ഞു. 11-ാം തീയതിക്ക് 9-ാം തീയതി ഒത്തിരി ബുദ്ധിമുട്ട്, ഇതിനിടയ്ക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. പല തവണ ഈ അപേക്ഷ ഡ്രോപ്പ് ചെയ്ത് കല്യാണവും മാറ്റി വെച്ചാലെന്നൊക്കെ ആലോചിച്ചതാണ്. എങ്കിലും മാതാവ് അത് മെയ് 11 എന്നുള്ള ഡെഡ് ലൈനിൻ്റെ മുമ്പായി മെയ് 9-ാം തീയതി ഉച്ചകഴിഞ്ഞ് വൈകിട്ട് 4 മണിയായപ്പം COS ഇഷ്യൂ ചെയ്തിരുന്നു. ഒത്തിരി ഇവരുടെ പുറകെ നടന്നു, കിട്ടില്ല, ഞങ്ങൾ പ്ലാനെല്ലാം ഉപേക്ഷിച്ചതാണ്. എങ്കിലും 9-ാം തീയതി വൈകിട്ട് 4 മണിയായപ്പം ഞങ്ങൾക്ക് എൻ്റെ അനിയത്തിക്ക് COS ഇഷ്യൂ ചെയ്ത് തന്നു. ആർക്കും വിശ്വാസമില്ലെന്ന്, എല്ലാവരും എൻ്റെ മാതാപിതാക്കളടക്കം എല്ലാവരും, എൻ്റെ അനിയത്തി അടക്കം എല്ലാവരും ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്താണ്. പക്ഷേ ഞാൻ അന്ന് ഒരു സ്വപ്നം കണ്ടു. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഈ വിസ കിട്ടുമെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണം. അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനവിടെ എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച പള്ളിയിൽ പോകും. ഞാനങ്ങനെ ഒരു ദിവസം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ജോസഫ് അച്ഛനും ഒരു കറുത്ത ഉടുപ്പിട്ട ഒരു വൈദികനൂടെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നടുക്കായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായില്ല ഇത് എന്താണെന്ന്. ഞാൻ ചോദിച്ചു, ജോസഫ് അച്ഛനെ എനിക്കറിയാം, മറ്റച്ഛൻ ഏതാ, എനിക്കൊരു ഐഡിയ ഇല്ല, എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. എങ്കിലും ഞാൻ ഈ മാതാവ് കാണിച്ച സ്വപ്നമല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഇടവക ധ്യാനമാണ് ഞങ്ങളുടെ പള്ളിയിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ കറുത്ത ഉടുപ്പിട്ട അച്ഛൻ പിറ്റേ ദിവസം പള്ളിയിൽ അവിടെ ധ്യാനിപ്പിക്കാൻ വന്നു. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ആ ധ്യാനമൊക്കെ കൂടി. എങ്കിലും എനിക്കൊരു ജോസഫ് അച്ഛനെയും വേറൊരു അച്ഛനെയും കൂടെയല്ല ഞാൻ സ്വപ്നം കണ്ടു. മാതാവിനോട് ചോദിച്ചു, മാതാവി ഒരു കാര്യം കൂടെ എനിക്ക് തരണം, ഈ വിസ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം, ഒരു അടയാളോടെ കാണിച്ചു തരണം. അങ്ങനെ ഇരിക്കെ ഞാൻ അതൊരു കടന്നുറങ്ങിയപ്പോൾ എൻ്റെ അനിയത്തിയുടെ മുമ്പിലോ എൻ്റെ അനിയത്തി ഒരു ഡെസ്കിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ഇപ്പറേ ഒരാളിരിക്കുന്നു. പെട്ടെന്ന് ഫയലെല്ലാം ഒപ്പിട്ട് ഒരാൾ എടുത്തെറിയുവാണ്, അത്രയും സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, വീട്ടിലെല്ലാവരോടും പറഞ്ഞു, പേടിക്കേണ്ട, വിസ കിട്ടും. ആർക്കും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. 9-ാം തീയതി വൈകിട്ട് 4 മണിയായപ്പം COS ഇഷ്യൂ ചെയ്തു. 10-ാം തീയതിയും 11-ാം തീയതിയും സൈറ്റ് ബ്ലോക്കായി. ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. വിസ സാങ്ഷനായി, അപ്രൂവലായി, വിവാഹം ഉറപ്പിച്ചു. എല്ലാം ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നാമത്തിൽ, ഈശോമിശിയുടെ നാമത്തിൽ ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന സ്വർഗസ്ഥനായ പിതാവിനും നന്ദി പറയുന്നു. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 3:12 തിരുവചനം മുതൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിൻ്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ഇസ്രായേലിൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല, വ്യാജം പറയുകയില്ല. അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല. അവർ സുഖമായി മേയുകയും വിശ്രമിക്കുകയും ചെയ്യും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. തിരുവചനങ്ങൾ അന്വർത്ഥമാകുന്ന രീതിയിൽ
ഓരോ അനുഭവ സാക്ഷ്യങ്ങളും എങ്ങനെയാണ് ഇവിടെ ആ മക്കൾ അത് വന്ന് പറയുന്നത്. അതായത് ജെഫിൻ്റെ ജീവിതത്തിൽ ജെഫിൻ ഉടമ്പടി എടുത്തതിന് ശേഷം 90 ദിവസം ജെഫിൻ ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടിയിൽ ജീവിച്ചു. അതാണ് ജെഫിൻ ഇവിടെ വ്യക്തമാക്കിയത്. പിന്നീട് ഈ മകൻ ഉടമ്പടി എടുക്കുന്നത് വളരെ ബുദ്ധിപൂർവം യുക്തിപൂർവമൊക്കെ ഈ മകൻ ചിന്തിച്ചു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, അതായത് സാക്ഷ്യം ഒരെണ്ണം കേട്ടു എന്നാണ് പറയുക കുറേ നാളുകൾക്ക് ശേഷം. പിന്നീട് ഉടമ്പടി എടുത്തത് കൊണ്ട് ജീവിച്ചു. പിന്നീട് അതെല്ലാം മറന്നു, ഉടമ്പടി ഉഴപ്പി, പിന്നീട് യാതൊരു ബന്ധവുമില്ല. പിന്നീട് നാം കേട്ട കാര്യങ്ങളൊക്കെ വ്യക്തമാണ്, തൻ്റെ കൂദാശ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു എന്ന്. എന്നാൽ സാക്ഷ്യങ്ങൾ നാം ഷെയർ ചെയ്യണമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ മകനൊരു സാക്ഷ്യം കേൾക്കുന്നു. പിന്നെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജോബിന് ഇടയ്ക്കൊക്കെ പാട്ടും ക്രുക്കറി ഷോയും അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തി പിന്നീട് എങ്ങനെ സാക്ഷ്യം കേട്ട് അതിനോടൊരു താല്പര്യം തോന്നുന്നു. പിന്നീടാണ് ഓരോന്നും പഠിക്കുകയാണ്. താൻ ഇവിടെ എന്താണ് നടക്കുന്നത്, ഇത് സത്യസന്ധമാണോ, അതെല്ലാം വ്യക്തമായിട്ട് തെളിവോടുകൂടി ഈ മകൻ തന്നെ പഠിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അത് ഈ മകന് ഒരു പഠനത്തിൻ്റെ ഒരു കോഴ്സ് തന്നെയാണെന്നാണ് പറയുക. അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതം പിന്നീട് എങ്ങനെ ആരംഭിക്കുന്നു എന്നും, ഓൺലൈൻ ഉടമ്പടി എടുത്തു, അതിനുശേഷം ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഉണ്ട്. ഇങ്ങനെയെല്ലാം തൻ്റെ ജീവിതത്തിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളാണ് ഇവിടെ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുവാൻ ഈ മകനെയും കുടുംബത്തെയും ഒരുമിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ എത്രയോ നല്ല നല്ല അനുഭവങ്ങളാണ് ഈ മകനുണ്ടായത്. പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഈ മകന് കാണപ്പെട്ടു, പക്ഷേ അമ്മയാണെന്ന് മനസ്സിലായില്ല. പിന്നീട് അമ്മയെ മനസ്സിലാക്കുമ്പോഴാണ് ഈ മകന് ഒരു ഉൾവിളി ഉണ്ടാകുന്നത്. അതാണ് നാം കേട്ട അനുഭവ സാക്ഷ്യം മുഴുവനും. അങ്ങനെ തൻ്റെ ജോലി, അതായത് തനിക്ക് വേണ്ടിയിട്ട് 2 പോസ്റ്റ് അവിടെ എങ്ങനെ ഉണ്ടാക്കുന്നു, ഒരു പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, അത് തനിക്ക് കിട്ടുവാൻ യോഗ്യതയില്ല. ആ ഒരു അവസരത്തിൽ 2 പോസ്റ്റ് ആക്കുന്നതും പിന്നീട് തനിക്ക് കിട്ടിയ ജോലി ഏറ്റവും ആഗ്രഹിച്ച ആ പോസ്റ്റ് തന്നെ ഈ മകന് ലഭിക്കുന്നു. അതുപോലെ തൻ്റെ അനുജത്തിയുടെ കാര്യം 11 ദിവസം എന്നൊക്കെ പറയുന്ന ആ ഒരു അത്രയേ സമയമുള്ളൂ. എന്നാൽ അത് 9 ദിവസത്തിനുള്ളിൽ തന്നെ അനുജത്തിയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നു. തൻ്റെ വിവാഹം, തനിക്ക് ഒത്തിരിയേറെ നീ കൃപാസനത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ തന്നെ കളിയാക്കുമ്പോൾ ഇന്ന് അത് ഈ മകന് ഒത്തിരിയേറെ സന്തോഷമാണെന്നാണ് പറയുക. അതായത് തൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ, അങ്ങനെയുള്ളൊരു ജോലി, സമാധാനപൂർണ്ണമായൊരു ജീവിതം, അങ്ങനെ ഒരു ലൈറ്റ് വെയിറ്റ് അനുഭവപ്പെടുകയാണ്, ഭാരലഘുത്വം. അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ 2nd ബേബിയുടെ ബാപ്റ്റിസമായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ വണ്ടിയെടുത്ത് ബാപ്റ്റിസിന് പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റ് ഒരു ബൈക്ക്, ഒരു സ്കൂട്ടറിൽ നിന്ന് 2 ലേഡീസ് വന്ന് കാറിനിട്ട് വന്ന് ഇടിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ബൈക്കൊക്കെ തെറിച്ച് മാറി വീണു. 2 പേരും നല്ലപോലെ റൂട്ടിലോട്ടൊക്കെ വീണു. ആ അപകടത്തിൽ നിന്ന് മാതാവ് രക്ഷിച്ചു. അത് മാതാവ് നല്ലൊരു അപകടം നടക്കേണ്ടതായിരുന്നു, എങ്കിലും മാതാവ് അവരെ കാത്തു. ഒരു കുഴപ്പങ്ങളുമില്ല. എല്ലാം അവരെ ഞാൻ അന്നേരം ബാപ്റ്റിസത്തിന് പോകാതെ തന്നെ അവരെ അന്നേരം ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെ സ്കാനിങ്ങിന് കയറ്റി. അവർ ഒരു കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അവർ വിളിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. മാതാവ് ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഞാൻ ഒരിക്കൽ കൂടി ഈ മാതാവിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. മാതാവ് ഈ കൃപാസന ലൈറ്റ് ക്യാൻഡിൽ പ്രയർ നോക്കി കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ സ്വപ്നം കണ്ട മാതാവ് ഭയങ്കര ഷോക്കായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം എനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഞാൻ അത് കഴിഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊന്നുകൂടെ മാതാവിനെ സ്വപ്നം കാണണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പല ആവർത്തി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നൊക്കെ മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചതാണ്. ആദ്യം ഞാൻ ഈ കൃപാസനത്തിൻ്റെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഇവിടെ കയറി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കാണുമല്ലോ, ആൾക്കാർ കളിയാക്കില്ലേ, അങ്ങനെ പല അന്ന് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഞാൻ ആദ്യം പോയത്. ഇവിടെ വന്ന് കിട്ടിയാൽ കഴിഞ്ഞ് ഇങ്ങനെയാണ് സാക്ഷ്യം പറയണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാനിവിടെ പോകുന്നത്. എങ്കിലും ആദ്യത്തെ ഈ മാതാവിനെ സ്വപ്നം കണ്ട് ഇത് മാതാവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഒന്നുകൂടെ കാണാൻ പറ്റുമോ? അങ്ങനെ 2ാമത് മാതാവ് എനിക്ക് ഒന്നുകൂടെ സ്വപ്നം കാണിച്ചു തന്നു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു, മാതാവിൻ്റെ എളിയിൽ ഉണ്ണീശോയുടെ കയ്യിൽ ഒരു വടിയുടെ അറ്റത്തൊരു സ്റ്റാർ, പിന്നെ മാതാവിനൊരു കിരീടം, ആ കിരീടത്തിന് ചുറ്റും നക്ഷത്രം. ആകാശത്ത് തന്നെയാണ് വീണ്ടും ഞാൻ കണ്ടത്. അതും വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ പലതവണ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നൊക്കെ
ആഗ്രഹിച്ചു. പിന്നീട് ബസ്സിൽ പോകുമ്പോഴൊക്കെ ഞാൻ നോർമലി പാട്ട് കേട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നീട് ഞാനൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഇവിടെ വന്ന് എങ്ങനെ സാക്ഷ്യം പറയാം, സാക്ഷ്യം പറയുന്നതിനുള്ള പ്രിപ്പറേഷൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഓരോ ചെറിയ കാര്യങ്ങൾ പോലും മറന്നു പോകാതെ എല്ലാം ഈ ആൾക്കാരെ വന്ന് ഈ 10 ലക്ഷം പേര് കാണുന്ന, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷം പേര് കാണുന്ന പോലെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. അതിനുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ എന്ന് ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയോ അന്ന് പോട്ടില്ല. ആ 1.5 വർഷം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ സാക്ഷ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കാര്യങ്ങൾ പോലും വിട്ടുപോകാതെ. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എൻ്റെ വിവാഹത്തിന് ഇവിടെ വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ ജസ്റ്റിൻ ചേട്ടൻ്റെയും വിവാഹം കറക്റ്റ് സമയത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു. അന്ന് ഇവിടെ സാക്ഷി എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു ഇത് പറയണ്ട, ഇനി കുറച്ചുകൂടെ ആയിട്ട് പറയാം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പല കാര്യങ്ങളും. പിന്നീട് ഞാൻ ചെയ്യുന്ന ജോലി മാതാവ് തന്നതാണെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ ബോധ്യം എനിക്ക് മനസ്സിലുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ദിവസം രാവിലെ ഞാൻ എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഞാൻ പറയും കർത്താവ് ഈശോമിശിഹായെ അങ്ങയുടെ പീഡാനുഭവവും കുരിശുമരണ ഉദ്ധാനവും ഞാൻ ഏറ്റു പ്രഖ്യാപിക്കുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വിശ്വാസ പ്രമാണം ചെല്ലും. അത് കഴിഞ്ഞ് ജോലി തുടങ്ങുന്നതിന് മുമ്പും ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഉച്ചയ്ക്ക് 2:30 മണി എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ ആ സമയത്ത് എന്നും ജോലിയുടെ ഇടയ്ക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഇറങ്ങുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും. എനിക്ക് ഓഫീസിൽ സാധാരണ 1 മണിക്കൂറാണ് ലഞ്ച് ബ്രേക്ക്. എനിക്ക് 20 മിനിറ്റോളം മതി ലഞ്ച് കഴിക്കാൻ. ബാക്കി പിന്നെയും 35 മിനിറ്റ് ഉണ്ട്. ആ 35 മിനിറ്റിൽ ഞാനൊരു ജപമാല ചെല്ലും. ജപമാലയുടെ രഹസ്യങ്ങളിൽ ഓരോരുത്തർക്കും ഉള്ള നിയോഗങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ വെക്കും. ആദ്യത്തേത് അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കുന്നതിന്, രണ്ടാമത് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ അക്രൈസ്തരായ മക്കളുടെ ഉടമ്പടി ഞങ്ങൾ എനിക്കറിയില്ല അങ്ങനെ പ്രാർത്ഥിക്കണം എനിക്ക് തോന്നുന്നത്. ഞാൻ അതിപ്പോഴും പ്രാർത്ഥിച്ചു പോന്നു. അക്രൈസ്തരായ മക്കളുടെ ഉടമ്പടി ഞങ്ങൾ സാധിച്ചു കിട്ടുന്നത്. മൂന്നാമത്തേത് ഇതുപോലെ തന്നെ കൃപാസനത്തിൽ വരാൻ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരുടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി. നാലാമത്തെ എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് വേണ്ടി. അഞ്ചാമത്തെ രഹസ്യം ഞാൻ ചെല്ലും. കർത്താവ് ഈശോമിശിഹായുടെ ക്രൂശിത രൂപം കാണുമ്പോൾ എനിക്കും സങ്കടം തോന്നണം എന്നൊരു ആഗ്രഹമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സങ്കടം തോന്നാറില്ല. ഇപ്പോഴും ദൈവത്തോടുള്ള ഈശോമിശിഹായോടുള്ള സ്നേഹം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ദൈവസ്നേഹവും വിശ്വാസവും ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം വഴി എനിക്ക് ഒരുപാട് കൂട്ടാൻ പറ്റി. പിന്നെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, അമ്മ ഉടമ്പടി എടുത്ത ആളാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു വെറുതെ പ്രാർത്ഥന ചെല്ലിയും കൊന്ത ചെല്ലിയും പള്ളിയിൽ പോയിരുന്നിട്ട് കാര്യമില്ല. രോഗികളെ കാണാം, അനാഥാലയത്തിൽ പോകണം, അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണം, ഫുഡ് കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. അപ്പം അമ്മയ്ക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനും കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് ബെനീറ്റയും ഇതുപോലെ പൈസ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുത്ത മറ്റുള്ളവർക്ക് ഫുഡും അനാഥാലയത്തെ ഡ്രസ്സും ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജോലിയിലായിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ഉടമ്പടി കറക്റ്റായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. ഉപവാസം എടുത്തിട്ട് ഞാൻ ഉപവാസം അവസാനിക്കും, പ്രാർത്ഥിക്കും. കർത്താവ് ഈശോമേ ഈ ചെറിയൊരു ഉപവാസം കൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല, എങ്കിലും എൻ്റെ ഈ ചെറിയൊരു ഉപവാസം അങ്ങയുടെ പീഡാനുഭവത്തോടും കുരിശുമരണത്തോടും ഉദ്ധാനത്തോടും ഞാൻ ചേർത്ത് വെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഉപവാസം അവസാനിപ്പിക്കുന്നത്. ഞാൻ അന്ന് എനിക്ക് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാനുള്ള പൈസയ്ക്ക് ഞങ്ങൾ കുറച്ച് പാസ്ത, ഞാനൊരു 5 പാസ്ത പാക്കറ്റ് മേടിച്ച് അവിടെ ഫുഡ് റൈസ് ചെയ്യുന്നൊരു പള്ളിയിൽ ഫുഡ് റൈസ് ചെയ്യുന്നൊരു ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റിൽ കൊണ്ടിടാറാണ് പതിവ്. 5 പാസ്ത പാക്കറ്റ് ഞാൻ മേടിച്ചു. അപ്പോഴാണ് ഒരു ദിവസം ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ 6 എന്ന സംഖ്യയ്ക്ക് ബൈബിളിൽ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് 5 മാറ്റി 6 ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൈഫ് പറഞ്ഞു ഞാനും കുറച്ച് പൈസ തരാം. അനിയത്തി പറഞ്ഞു കുറച്ച് പൈസ, വലിയ എമൗണ്ട് ഒന്നുമില്ല, 1-2 പൗണ്ട് അല്ലെങ്കിൽ 3 പൗണ്ടിനുള്ള കാര്യങ്ങളും 5 പൗണ്ടിനുള്ള കാര്യങ്ങളും. പിന്നെ ഞാൻ അച്ഛൻ 6 എന്ന് പറഞ്ഞുകൊണ്ട് 6 എന്നുള്ള സംഖ്യ മാറ്റിയിട്ട് പിന്നെ 12 പാസ്ത പാക്കറ്റ്. ആ പാസ്ത പാക്കറ്റ് അവിടെ കൊണ്ടിടുമ്പോഴും ഞാൻ പറയും മാതാവേ ഞാൻ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പൈസ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഈ ഫുഡ് ഞാൻ കൊടുക്കുന്നത്. ഇത് കഴിക്കുന്നവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കണം. ഇത് ദൈവത്തെ അറിയാൻ സാധിക്കണമെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കും. പിന്നെ ഞാൻ ഇവിടെ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇംഗ്ലീഷ് പത്രം ഞാൻ മേടിച്ചു കൊണ്ടുപോയിരുന്നു. ഇംഗ്ലീഷ് പത്രം, മലയാളം പത്രം കൊടുക്കാൻ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഇംഗ്ലീഷ് പത്രം എന്തോ ഒരു ശക്തി എന്നെ പ്രേരിപ്പിച്ചു. 20 ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ടുപോയി അവിടെ കൊണ്ട് ഞാൻ ഓർത്തു ഇത് ആർക്ക് കൊടുക്കും, ആര് കൊടുത്താൽ മേടിക്കും. മലയാളത്തിൽ പോലും എന്നെ കൊണ്ടൊരു പത്രം പറഞ്ഞു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പലരും വേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഇംഗ്ലീഷ് പത്രം ഞാൻ മേടിച്ചുകൊണ്ടുപോയി. ഇംഗ്ലീഷ് പത്രം ഞാൻ ഒരു തവണ പള്ളിയിൽ പോകുന്ന നേരത്ത് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു, മാതാവേ ഇത് എത്തേണ്ടിടത്ത് എത്തിക്കണം, എനിക്കല്ല, ഇത് അമ്മ വഴി ഈശോയെ കൂടുതൽ പേരെ അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ ഞാൻ ഈ ഇംഗ്ലീഷ് പത്രം കൊണ്ട് പോയി. ഞാൻ ഈ ഇംഗ്ലീഷ് പത്രം എല്ലാവർക്കും കൊടുത്ത് തീർത്തു. ഇവിടുന്ന് കൊണ്ടുപോയി കാശ് രൂപം അവിടുത്തെ കുർബാന ചെല്ലുന്ന അച്ഛന് കൊടുത്തു. അവിടുത്തെ അച്ഛനൊക്കെ ഇംഗ്ലീഷ് പത്രം കൊടുത്തു. അവരൊക്കെ വായിച്ചു. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇംഗ്ലീഷ് പത്രം മേടിച്ചു. അതിൽ ഒരാൾ മാത്രമാണ് വേണ്ട അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞത്. എങ്കിലും അതും ബാക്കിയെല്ലാം എന്നെ കൊണ്ട് വിതരണം ചെയ്യാൻ പറ്റി. ഒത്തിരി അനുഗ്രഹങ്ങൾ കൃപാസനം വഴി മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും സ്വർഗസ്ഥനായ പിതാവിനും നന്ദി പറയുന്നു. തൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമാണ്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ തിരുവചനത്തോട് താൻ തന്നെ എങ്ങനെ താതാത്മ്യപ്പെടുന്നു, താൻ ഇന്ന് എങ്ങനെ ഏതവസ്ഥയിൽ എത്ര സന്തോഷവാനായിട്ട് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയുന്നു. തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോധ്യങ്ങളുണ്ട്. അതനുസരിച്ച് തന്നെ ജീവിതം നയിക്കുന്ന ഈ ചെറുപ്പക്കാരനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.